Hello friends, welcome back to Mero Medics. So today we're gonna discuss about the topic infection control, the second chapter of nursing microbiology first year. So before going to the video, please like, share and subscribe our channel. So let's start. What is the definition of infection? The definition of infection is the establishment and multiplication of an organism in or on the tissue of the host is called infection. If it is not associated with clinical signs and symptoms, it is called subclinical signs and symptoms. If it is associated with signs and symptoms, it is called clinical infection or disease. അപ്പോൾ എന്താണ് ഇൻഫെക്ഷൻ? ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റിൻ്റെ മേലെ ഒരു ഓർഗാനിസം നടത്തുന്ന മൾട്ടിപ്ലിക്കേഷനോ എക്സ്റ്റാബ്ലിഷ്മെൻറ്റോ ആണ് ഇൻഫെക്ഷൻ. ഈ ഇൻഫെക്ഷൻ ചില ഇൻഫെക്ഷൻസ് സൈൻസും സിംറ്റംസും കാട്ടില്ല. അതിന് പറയുന്ന പേരാണ് സബ് ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. ചില ഇൻഫെക്ഷൻസ് സൈൻസും സിംറ്റംസും കാണും. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ പറയുന്ന പേരാണ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ സാധാ പറയണ പോലെ ഒരു ഡിസീസ് കണ്ടീഷൻ. സോ ഈ ഇൻഫെക്ഷൻ പരത്തുന്ന മൈക്രോ ഓർഗാനിസത്തിന് രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിന് ഒന്നാമത്തെ ഗ്രൂപ്പാണ് സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഡെഡായിട്ട് അല്ലെങ്കിൽ ഡീക്കേ ആകുന്ന ഓർഗാനിക് മാറ്ററിൽ ഫീഡ് ചെയ്യണ മൈക്രോ ഓർഗാനിസമാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ലീവിങ് ഹോസ്റ്റിമേ മൾട്ടിപ്ലൈ ചെയ്യുന്ന മൈക്രോബ്സിനെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ. So, moving to mode of transmission of infection, the first one is contact. There is two type of contact, direct contact and indirect contact. Direct contact, this occurs through sexual intercourse, for example, sexually transmitted disease. And the second type is indirect contact. Infection can be transmitted through inanimate objects like toys, pencils, toilet doors, handkerchief. These inanimate objects are called fomites. കോണ്ടാക്ട്സിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻസ് രണ്ട് ടൈപ്പ് കോണ്ടാക്ട്സ് ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി നമുക്ക് കിട്ടുന്ന ഡിസീസസ് ആണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഒരാൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് കർച്ചീഫ് അല്ലെങ്കിൽ പെൻസിൽ അല്ലെങ്കിൽ റബ്ബർ വഴി മറ്റൊരാൾക്ക് അത് പാസ് ചെയ്യുമ്പോൾ, മറ്റൊരാൾ അത് എടുക്കുമ്പോൾ അവരിലേക്ക് ചെല്ലുന്ന ഇൻഫെക്ഷൻസ്. ഈ ഇൻആനിമേറ്റ് ഒബ്ജക്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫോമൈറ്റ്സ്. അതാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റും ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റും. ആ രണ്ട് ടൈപ്പിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് അക്വയർ ചെയ്യാം. ഇനി ദ സെക്കൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ഇൻഹലേഷൻ. ഡിസീസ് ക്യാൻ ഒക്കർ ത്രൂ ഇൻഹലേഷൻ ഓഫ് എയർ കണ്ടാമിനേറ്റഡ് വിത്ത് മൈക്രോ ഓർഗാനിസം. ദ ഓർഗാനിസം എൻ്റർ ഇൻ ടു ദ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് കോസ് ഡിസീസ്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യും. അതാണ് ഇൻഹലേഷൻ മോഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മോഡാണ് ഇൻജെക്ഷൻ ഓർ സ്വോളോയിങ്. ഓർഗാനിസം ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദിസ് മെത്തേഡ് ബൈ വേ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ്, മിൽക്ക് ഓർ വാട്ടർ. സ്വോളോയിങ് എന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആകുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതാണ് ഇൻജെക്ഷൻ മോഡിലൂടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴും വെള്ളം ചൂടാക്കി ഉപയോഗിക്കുക, പാല് തിളപ്പിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. കാരണം അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കളയാണ്, എന്നിട്ടേ നമ്മളത് കഴിക്കാവോ അല്ലെങ്കിൽ ഇൻടേക്ക് ചെയ്യാവോ. ഇനി നാലാമത്തെ മോഡാണ് ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ, ദിസ് റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ഒക്കേഴ്സ് വെൻ ദ സ്കിൻ ഈസ് ഡാമേജ്ഡ് ഡ്യൂ ടു കട്ട്സ്, ഇഞ്ചുറീസ്, അൾസേഴ്സ് ഓർ ബേൺസ്. ഇനോക്കുലേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഇപ്പോൾ ഒന്ന് മുറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒന്ന് പൊട്ടിയിരിക്കുക, ആ മുറിവിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ചെയ്യും. ആ ഒരു രീതിയാണ് ഇനോക്കുലേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റർ ചെയ്യുന്ന കുറച്ച് ഡിസീസാണ് HIV, ഹെപ്പറ്റൈറ്റിസ് B എന്നൊക്കെ പറയുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഇൻസെക്ട് ബൈറ്റ്സ്. ദ റോൾ ഓഫ് ഇൻസെക്ട്സ് ഈസ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ ഈസ് വെൽ എസ്റ്റാബ്ലിഷ് എന്ന് ചോദിച്ചാൽ ഇൻസെക്ട്സ് വഴി, മോസ്കിറ്റോസ് വഴി നമുക്ക് ഡെങ്കി ഫീവർ ഉണ്ടാക്കാം. അങ്ങനെ പല ടൈപ്പ് ഇൻസെക്ട്സ് നമ്മൾ വന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ആ മൈക്രോ ഓർഗാനിസം നമ്മുടെ മേത്തുണ്ടാവും കയറുമ്പോൾ നമ്മളിലേക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസാണ് ഇൻസെക്ട് ബൈറ്റ് മോഡിലൂടെ വരുന്നത്. ഇനി ആറാമത്തെയാണ് കൺജങ്ഷൻ. കൺജങ്ഷൻ മോഡ് എന്താണെന്ന് ചോദിച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ occurs from the pregnant woman to the fetus in uterus through the placenta.
കൺജൻഷണൽ മോഡ് എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻറ്റ് വുമണിൽ നിന്ന് ആ പ്രഗ്നൻറ്റ് വുമണിലുള്ള കുട്ടിയിലേക്ക് പ്രഗ്നൻറ്റ് വുമൺ വഴി ട്രാൻസ്മിറ്റ് ആകുന്ന ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്. നെക്സ്റ്റ് മൂവിങ് ടു അസെപ്സിസ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ. വാട്ട് ഈസ് അസെപ്സിസ്? Asepsis is the exclusion of bacteria and other microorganisms typically during surgery. There are two types of asepsis: medical asepsis and surgical asepsis. So, what is medical asepsis? Technique which inhibit growth and spread of pathogenic microorganisms by hand washing, bathing, cleaning environment, wearing mask, disinfecting article. And what is surgical asepsis? Surgical asepsis is used in specialized area or skills such as care of surgical wound, urinary catheters and during surgery. So, എന്താണ് അസെപ്സിസ്? അസെപ്സിസ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡ് ആക്കുകയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുകയാണ്. ഇനി ഈ അസെപ്സിസ് രണ്ട് രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. മെഡിക്കൽ അസെപ്സിസ് ആയിട്ടും സർജിക്കൽ അസെപ്സിസ് ആയിട്ടുണ്ട്. മെഡിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തും അതിൻ്റെ സ്പ്രെഡും നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യാണ്, പ്രിവെൻറ്റ് ചെയ്യാണ്. എങ്ങനെയൊക്കെ കൈ കഴുകുന്നതിലൂടെ, നല്ല രീതിയിൽ ബാത്തിങ്ങിലൂടെ, നല്ലൊരു ഡെയിലി റുട്ടീനൊക്കെ ആയിട്ട് എൻവിറോൺമെൻറ്റ് ക്ലീൻ ചെയ്ത് മാസ്ക് ഒക്കെ ധരിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ സമയത്ത് നമ്മളെല്ലാവരും മാസ്ക് ധരിച്ചാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് തടയാൻ പറ്റും, അത് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതി തടയാൻ പറ്റും. ഇനി സർജിക്കൽ അസെപ്സിസിൽ എങ്ങനെ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യും? അതെന്ന് പറയുന്നത് അവർ ഈ സർജറി ചെയ്യുന്ന സമയത്തും സർജറി ചെയ്ത് കഴിഞ്ഞും ഈ വൂണ്ടിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി ചില കെമിക്കൽസ് അല്ലെങ്കിൽ ചില രീതികൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്തിട്ടേ ഉപയോഗിക്കാറുള്ളൂ. അതാണ് സർജിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് അബൌട്ട് അസെപ്സിസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഡിസ്ഇൻഫെക്ഷൻ? ഇറ്റ്സ് ദ പ്രോസസ് which kill pathogenic microorganism. The process reduce harmful bacteria but do not completely sterilize the medium or surface. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പാത്തോജനിക് ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യണ വഴി അതിൽ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ പകുതി ഒരു 50% നമുക്ക് റെഡ്യൂസ് ആക്കാൻ പറ്റും. മുഴുവനും ഒരു സർഫേസ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പകുതിയിലേറെ ആ സർഫേസ് നമുക്ക് ഡിസിൻഫെക്റ്റ് ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ബാക്ടീരിയനെ എന്നേക്കുമായി കളയാൻ പറ്റും പകുതിയിലേറെ. Then, what is sterilization? Sterilization is the process of making an article, surface or medium completely free of all microorganisms including bacteria spore. Sterilization എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സർഫേസ് അല്ലെങ്കിൽ ഒരു മീഡിയം കംപ്ലീറ്റ്ലി ആയിട്ട് മൈക്രോ ഓർഗാനിസം ഫ്രീ ആക്കാണ്. നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പകുതിയിലേറെ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റെറിലൈസേഷനിൽ നമുക്ക് ഫുള്ളി മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ആക്കാൻ പറ്റും. അതാണ് ഡിസ്ഇൻഫെക്ഷനും സ്റ്റെറിലൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം. So, moving to the method of sterilization and disinfection, it includes two agents, physical agents and chemical agents. And we are going to discuss about physical agents. The first one is sunlight. It's a natural method of sterilization in case of water tanks, rivers and lake. And the second one is drying in air as a deleterious effect on many bacteria. Heat, third one is heat. Most reliable and universally applicable method of sterilization. It's of two types, dry heat and moist heat. അപ്പോൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്റ്റൻസും നമ്മൾ നോക്കുകയാണ്. അതിൻ്റെ അടിയിൽ രണ്ട് ഏജൻസ് വരും, ഫിസിക്കൽ ഏജൻസും കെമിക്കൽ ഏജൻസും. ഫിസിക്കൽ ഏജൻറ്റിൽ ആദ്യത്തെയാണ് സൺലൈറ്റ്. അത് നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് സൺലൈറ്റ്. മെയിൻലി റിവേഴ്സും ലേക്സും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അതിലെ വാട്ടറിൽ മൈക്രോ ഓർഗാനിസിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന പോലെ ഒരു നാച്ചുറൽ മെത്തേഡാണ് സൺലൈറ്റ് വഴി പോകുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഡ്രൈയിങ്. എയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്യുന്ന മെത്തേഡാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ഹീറ്റിങ്. മോസ്റ്റ്ലി നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹീറ്റിങ്. മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹീറ്റിങ്. രണ്ട് ടൈപ്പ് ഹീറ്റിംഗ് ഉണ്ട്, ഡ്രൈ ഹീറ്റ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്.
So let's see about dry heating. The most important technique in dry heat is hot air oven. It's most widely used method of sterilization by dry heat. Hot air oven is electrically based with the heating. It should be fitted with a fan, provide forced air circulation throughout the oven chamber, a temperature indicator, a control thermostat, a timer, open mesh shelving. അപ്പോൾ ഡ്രൈ ഹീറ്റിനെ പറ്റി പറയുകയാണ്. ഡ്രൈ ഹീറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഹോട്ട് എയർ ഓവൻ ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി അല്ലെങ്കിൽ വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രൈ ഹീറ്റ് മെത്തേഡാണ് എന്ത് ഹോട്ട് എയർ ഓവൻ. ഈ ഹോട്ട് എയർ ഓവനിൽ ഇലക്ട്രിസിറ്റി വഴിയാണ് ഹീറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് ഈ ഹോട്ട് എയർ ഓവനിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഫാൻ ഉണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഫോഴ്സായിട്ട് എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓവൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരു കൺട്രോൾ തെർമോസ്റ്റാറ്റ് ഉണ്ട്, ഒരു ടൈമർ ഉണ്ട്, ഓപ്പൺ മീൻസ് ഷെൽവിംഗ് ഉണ്ട്. That's about dry heating. Now let's discuss about moist heat. It's divided into 3 forms: at temperature below 100 degrees Celsius, at a temperature of 100 degrees Celsius, at temperature above 100 degrees Celsius. മോയിസ്റ്റ് ഹീറ്റിനെ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 100 ഡിഗ്രി സെൽഷ്യസിന് താഴെ, 100 ഡിഗ്രി സെൽഷ്യസിൽ, 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. ഫോർ എക്സാമ്പിൾ, പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്. Disinfection by moist heat at temperature below 100 degrees Celsius is termed pasteurization. Milk can be pasteurized in 2 ways. The temperature employed either 63 degrees Celsius for 30 minutes or 72 degrees Celsius for 15 to 20 seconds. അപ്പോൾ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ചെയ്യുന്നത് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ 63 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 30 മിനിറ്റ് അത് ഹീറ്റ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 സെക്കൻഡ്സ് ഇത് ഹീറ്റ് ചെയ്യുന്നു. ഈ 2 മെത്തേഡിനെയും ഹോൾഡർ മെത്തേഡെന്നും ഫ്ലാഷ് മെത്തേഡെന്നും നമ്മൾ പറയും. ആൻഡ് ദ സെക്കൻഡ് വൺ, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ് ഇൻക്ലൂഡ് ബോയിലിംഗ്. Boiling at 100 degrees Celsius for 10 to 30 minutes kill the microorganism. It is not recommended for sterilization of instruments for surgical procedure. Then the third one, steam at atmospheric pressure at 100 degrees Celsius for 90 minutes by using Koch and Arnold steamer. അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് എന്തൊക്കെ നമുക്ക് ഹീറ്റ് ചെയ്യിക്കാൻ പറ്റും. ആദ്യത്തേതാണ് ബോയിലിംഗ്. നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ബോയിൽ ചെയ്യുന്നത്. ഒരു 10 to 30 മിനിറ്റ്സ് ബോയിലിംഗ് നടത്തും. പക്ഷേ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല ബോയിലിംഗ് ഉപയോഗിച്ച്. പിന്നെ നമ്മൾ ചെയ്യുന്നത് സ്റ്റീം. 100 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റീം ഉപയോഗിച്ച് 90 മിനിറ്റ്സിൽ സ്റ്റീം ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് കോച്ച് ആൻഡ് അർണോൾഡ് സ്റ്റീമർ എന്ന് പറയുന്ന സംഭവം. ഇനി ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ മൂന്നാമത്തെയാണ് ടിൻഡലൈസേഷൻ. വാട്ട് ഈസ് ടിൻഡലൈസേഷൻ? എക്സ്പോഷർ ഓഫ് സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 മിനിറ്റ്സ് ഓൺ 3 successive days called ടിൻഡലൈസേഷൻ. ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഈസ് കോച്ച് ആൻഡ് അർണോൾഡ് സ്റ്റീമർ. അപ്പോൾ എന്താണ് ടിൻഡലൈസേഷൻ? ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റീം 20 മിനിറ്റ്സ് 3 സക്സസീവ് ഡേയ്സ് നമ്മൾ പാസ് ചെയ്യുന്നതാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് കോച്ച് ആൻഡ് അർണോൾഡ് സ്റ്റീമർ. ആൻഡ് ദ ലാസ്റ്റ് വൺ, മോയിസ്റ്റ് ഹീറ്റ് അറ്റ് ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി സെൽഷ്യസ് ഇൻക്ലൂഡ് steam under pressure. Steam above 100 degrees Celsius or is more efficient sterilizing agent than hot air. എന്ന് വെച്ചാൽ 100 ഡിഗ്രി മുകളിൽ സ്റ്റീം നമ്മൾ കൊടുക്കുന്നതാണ് ഹോട്ട് എയർ ഓവനേക്കാളും നല്ലത് എന്നാണ് പറയുന്നത്. സ്റ്റെറിലൈസിങ് ഏജൻറ്റിനേക്കാളും നല്ലത് എന്നാണെന്ന് ഇവർ പറയുന്നത്. ഇനി അതിലടുത്ത മെത്തേഡാണ് ഓട്ടോക്ലേവ്. വാട്ട് ഈസ് ഓട്ടോക്ലേവ്? Autoclaving is a process of sterilization by saturated steam under high pressure above 100 degrees Celsius. Steam sterilization is carried out in a pressure chamber called autoclave.
അപ്പോൾ എന്താണ് ഓട്ടോക്ലേവ്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ നമ്മൾ സാച്ചുറേറ്റഡ് സ്റ്റീം ഉപയോഗിച്ച് ഹൈ പ്രഷറിൽ 100°C മുകളിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റെറിലൈസേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ ചേമ്പറാണ് ഓട്ടോക്ലേവ്. And the next step in sterilization is filtration. It's the principal method used in the laboratory for the sterilization of heat-liable materials. For example, solution of sugar to separate bacterial toxin from bacteria. അപ്പോൾ സ്റ്റെറിലൈസേഷനിൽ അടുത്ത ടെക്നിക്കാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. മെയിൻലി ഇത് ലബോറട്ടറി അല്ലെങ്കിൽ ലാബിലൊക്കെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഷുഗർ സൊല്യൂഷൻസൊക്കെ കണ്ടൻറ്റൊക്കെ ഫിൽറ്ററാക്കി വരാനും ബാക്ടീരിയ ടോക്സിൻസൊക്കെ ബാക്ടീരിയയിൽ നിന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഫിൽട്രേഷൻ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഇൻക്ലൂഡ് എർത്ത് വെയർ ഫിൽറ്റർ, ആസ്ബറ്റോസ് ഫിൽറ്റർ, സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ, സിറിഞ്ച് ഫിൽറ്റർ, എയർ ഫിൽറ്റർ, പ്രഷർ ഫിൽട്രേഷൻ. അപ്പോൾ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് എയർ ഫിൽറ്റർ, സിറിഞ്ച് ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ, പ്രഷർ ഫിൽട്രേഷൻ, ദെൻ എർത്ത് വേം ഫിൽറ്റർ. So that's about the methods of sterilization. So that's all about the topic method of sterilization. നമ്മൾ അടുത്ത വീഡിയോയിൽ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So stay tuned for more videos. Please like, share and subscribe our channel Mero Medics. Thank you.